സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ഒന്ന് പോയി നോക്കിയാലോ? വേണ്ട സാറ് അവിടെ ക്യാബിനില് ആ ഹാക്കറുമായിട്ട് എന്തോ സീരിയസ് ഡിസ്കഷനിലാ. ഇവിടുത്തെ സ്പൈ മിക്കവാറും ഇന്ന് തന്നെ വലയിലാവുന്ന തോന്നുന്നു. എല്ലാവരുടെയും ലാപ്പ് പിടിച്ചു വെച്ചതുകൊണ്ട് എന്റെ വർക്ക് കുറെ പെൻഡിങ് ആയി. ഇനി എപ്പോഴാണോ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്? 3 വർക്കിന്റെ ബഡ്ജറ്റ് ഫൈനൽ ചെയ്യാനുണ്ട്. അതിലും വലിയ കാര്യമല്ലേ കമ്പനി ആരാ ഒറ്റ കൊടുക്കുന്നെന്ന് അറിയേണ്ടത്. ആളേതായാലും പവൻ സാർ അധികം വൈകാതെ പൂട്ടെന്നുള്ളത് ഉറപ്പാ. ഈ മുടിയത്തി എപ്പോഴും എന്റെ പിന്നാലെ തന്നെ ആണല്ലോ. Good afternoon, girls and guys. സോറി, ഞാനൊരു അല്പം ലേറ്റ് ആയില്ലേ? പെട്ടെന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് എന്തിനാണെന്നാവും നിങ്ങളുടെ സംശയം അല്ലേ? നത്തിങ് സീരിയസ്. ഞാനിവിടെ പുതിയ ആളാണല്ലോ, എല്ലാവരും ഒന്ന് കാണാമെന്ന് കരുതി. ദാറ്റ്സ് ഓൾ. ഓ അത്രേ ഉള്ളൂ. ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ കരുതി സ്പൈ ആരാണെന്ന് പുള്ളി ഇന്ന് കണ്ടുപിടിക്കുന്നു. ചുമ്മാ തള്ളിയതാണെന്ന് ഇപ്പൊ മനസ്സിലായി. സോ ഫ്രണ്ട്സ്, ഇനി മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ആഫ്റ്റർനൂൺ സെഷൻ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ടാവും നമ്മൾ തമ്മിൽ. ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ്, ഐ മീൻ യുവർ ഡൗട്ട്സ്, നീഡ്സ്, സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെ എന്ത് കാര്യങ്ങളും എന്നോട് നേരിട്ട് ഷെയർ ചെയ്യാം, വിതൗട്ട് എനി ഫിയർ ഓർ ഫോഴ്സ്. അത്തരം ഫ്രണ്ട്ലി ഇന്ററാക്ഷൻസ് ഒരു കമ്പനിയുടെ ക്രിയേറ്റീവ് ഔട്ട്പുട്ടിൽ കാര്യമായി ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. Am I right, Miss Naomi? Absolutely, sir. പുതിയ ചെയർമാൻ പുരപ്പുറം തൂത്തു തുടങ്ങി. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് കണ്ടറിയണം. Yes, gentlemen. Any suggestion from your side? Come on, shoot it. നോ സർ, നത്തിങ്. സാറ് പറഞ്ഞത് നല്ല കാര്യമാണെന്ന് പറയുമായിരുന്നു. Is it? യെസ്. Good. താങ്ക് യു സർ. Thank you, my dear friend. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊക്കെ ഒരുതരം ആരംഭശൂരത്വമാണെന്ന്. കുറച്ചുകൂടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പുതിയ ചെയർമാൻ എന്ന പുത്തനച്ചി പുരപ്പുറം തൂക്കുകയാണെന്ന്. അല്ലേ മിസ്റ്റർ ബിജു വർഗീസ്? ജീസസ്, ഇയാൾക്ക് പാമ്പിന്റെ ചെവിയാണല്ലോ. പണി പാളി. എന്നാൽ അങ്ങനെ ഒരു ധാരണ ആർക്കും വേണ്ട. ഇനി അങ്ങോട്ട് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ചിട്ടയോടും കാര്യക്ഷമതയോടും കൂടിയായിരിക്കും നടക്കുന്നത്. ഓഫീസിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകൾ ഇനി മുതൽ കർശന നിരീക്ഷണത്തിലായിരിക്കും. ഒരു കാരണവശാലും അതിലൂടെ പേഴ്സണൽ ഡാറ്റ ട്രാൻസാക്ഷൻ അനുവദിക്കുന്നതല്ല. ഇൻ ഷോർട്ട്, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വിൽ ബി അണ്ടർ സ്ട്രിക്റ്റ് സർവൈലൻസ്. എന്താ വാചകടി, ഇയാള് ശരിക്കും ഒരു പോറനാണല്ലോ. ഇങ്ങനെ ചില നിയന്ത്രണങ്ങൾ മാനേജ്മെന്റ് എടുക്കാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കമ്പനിയിൽ നിന്ന് പല പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും ഡേറ്റാസും മറ്റൊരു കമ്പനിയിലേക്ക് ആരോ ചോർത്തി കൊടുക്കുന്നുണ്ട്. ആരാണ് സ്പൈ വർക്ക് നടത്തുന്നതെന്നും അത് ആർക്കു വേണ്ടിയാണെന്നും ഒരു ഏകദേശ രൂപം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും കൂടുതൽ തെളിവുകൾ ആ വ്യക്തിക്കെതിരെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ സർ, ആ, കിട്ടിയ സൂചനകൾ വെച്ച് അത് ആരാണെന്ന് പറഞ്ഞൂടെ സർ? കൂടെ നിന്നിട്ട് കമ്പനിയെ ചതിക്കുന്നത് ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. മിസ് നവമിയുടെ ചോദ്യം തികച്ചും ന്യായമുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറ്റവാളി ആരാണെന്ന് സംശയാതീതമായി തെളിയുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ആർക്കും ഒരുപാട് ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പവൻ സാർ ആളെ കയ്യോട് പിടിക്കും. സാർ ആരാ പോലും? Who is Shama Siddharth?
ഇസ് ഇറ്റ് യുവേഴ്സ്? ഈ ലാപ്ടോപ്പ് ക്ഷമയുടേതാണെന്നാണ് നീ ചോദിച്ചത്? അതെ സർ, എന്റെ God. ഈ ലാപ്ടോപ്പും അതിന്റെ ഉടമസ്ഥയും നമ്മുടെ കമ്പനി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഐ മീൻ, നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ, ശരിയല്ലേ? സോ ഫ്രണ്ട്സ്, കമ്പനിക്ക് വേണ്ടി ഇത്രയും സമർത്ഥമായ സേവനം കാഴ്ചവെച്ച ഈ മിടുക്കിയായ ഉദ്യോഗസ്ഥയ്ക്കും അവരുടെ ഈ ലാപ്ടോപ്പിനും കുറച്ചു നാളത്തേക്ക് ഞാൻ വിശ്രമം അനുവദിക്കുകയാണ്. ആ അവധിക്കാലം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ഞാൻ പിന്നാലെ അറിയിക്കാം. സർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നോ മോർ എക്സ്പ്ലനേഷൻ. ഓക്കെ? ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നിടം വരെ ഈ ഓഫീസിൽ നിങ്ങളുടെ സേവനം ആവശ്യമില്ല. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇയാളിത് എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി എന്ത് ചെയ്തിട്ടാ ഓഫീസിൽ ഇനി വരണ്ടെന്ന് പറയുന്നേ? ഓക്കെ ഫ്രണ്ട്സ്, ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുന്നു. നാളെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തുടരാം. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടായാൽ നന്ന്. ഓക്കെ, ബൈ. ക്ഷമ, വാട്ട് ഹാപ്പൻഡ്? എന്താ പവൻ സാർ നിന്നോട് അങ്ങനെ പറഞ്ഞത്? എന്താ കാര്യം? എന്താ ക്ഷമ? എന്തിനു നിനക്ക് അറിയോ? എന്താന്ന് വെച്ചാൽ പറയൂ. എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഹലോ എലിസബത്ത് മാഡം, പവൻ സാർ ക്ഷമയെ പറഞ്ഞു വിട്ടു. സ്പൈ വാക്ക് നടത്തിയതിന്റെ പിന്നിൽ ക്ഷമയാണെന്ന് പറയുന്നത്. ആ അതെ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ക്ഷമ, എന്താ കുട്ടി, എന്താ നിനക്ക് പറ്റിയത്? എനിക്കറിയില്ല മാഡം, എന്താ സംഭവിച്ചെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഡേറ്റാസ് ചോർന്നത് നിന്റെ ലാപ്ടോപ്പിൽ നിന്നാണെന്ന് പവൻ സാർ സംശയിക്കുന്നത്. നോ മാം, നെവർ. അതൊരിക്കലും സംഭവിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആയില്ലല്ലോ ക്ഷമ. ഒരു കാരണവുമില്ലാതെ പവൻ സാർ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. അപ്പോ മാഡം എന്നെ സംശയിക്കുകയാണല്ലേ? കഴിഞ്ഞ 4 വർഷമായി ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത് അധിക സമയം ആവുന്നതിന് മുമ്പ് തന്നെ ആ ഏഞ്ചൽ മറിയ ഈ കമ്പനി വിട്ടു പോയില്ലേ? പിന്നെ ഞാൻ എന്തിനു അവരുമായി ഒരു ടൈപ്പിന് ശ്രമിക്കണം? എന്തിനു ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്പൈ വാക്ക് നടത്തണം? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല മാഡം, പ്ലീസ് ബിലീവ് മീ. ഞാനും ആകെ കൺഫ്യൂസ്ഡ് ആണ് ക്ഷമ. നിനക്കൊരിക്കലും ഈ കമ്പനിയോട് വിശ്വാസവഞ്ചന കാണിക്കാൻ കഴിയില്ലെന്നാണ് ഞാനും കരുതുന്നത്. പക്ഷെ സാഹചര്യ തെളിവുകൾ നിനക്ക് എഗൻസ്റ്റ് ആണ്. ഇനി നീ അറിയാതെ നിന്റെ ലാപ്ടോപ്പ് വേറെ ആരെങ്കിലും... നോ മാം, അതിന് ഒരു ചാൻസും ഇല്ല. എന്തോ കാരണത്തിന്റെ പുറത്ത് ആ പവൻ സാർ എന്നെ ഒഴിവാക്കുക. എന്താ ഇവിടെ? ഞാൻ ഈ കുട്ടിയോട് സംസാരിക്കുകയായിരുന്നു സർ. ക്ഷമയുടെ ഭാഗത്തു നിന്നും അരുതാത്തതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാ പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. എലിസബത്ത് പൊയ്ക്കോളൂ. ക്ഷമ, താനിങ്ങനെ അപ്സെറ്റ് ആവാതെ. താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മാത്രമല്ല,
ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. എന്നിട്ടാണോ എല്ലാവരുടെ മുന്നിൽ വെച്ച് പവൻ സാർ എന്നെ അപമാനിച്ചത്? എന്നെ കള്ളി ഒറ്റുകാരിയൊക്കെ ആക്കിയില്ലേ? ഏയ്, താൻ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ചേട്ടൻ ആ അർത്ഥത്തിലാവില്ല പറഞ്ഞത്. പിന്നെ എന്താ സാർ അതിന്റെയൊക്കെ അർത്ഥം? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്റെ ലാപ്ടോപ്പ് ഉയർത്തി കാട്ടുക, എന്നോട് ജോലിയിൽ നിന്ന് ലീവ് എടുക്കാൻ പറയാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനൊരർത്ഥമേ ഉള്ളൂ സാർ. ഞാൻ തെറ്റുകാരിയാണ്. ഈ കമ്പനിയുടെ ശത്രുവിന് വേണ്ടി ചാരപ്പണി നടത്തിയാളാ ഞാൻ. അങ്ങനെയല്ലേ സാർ ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത്? സാർ എന്റെ ബോസ് അല്ലേ? സാറിന് തോന്നുന്നുണ്ടോ ക്ഷമ സിദ്ധാർത്ഥ് അങ്ങനെ ഒരാളാണെന്ന്? ക്ഷമ, കൂൾ കൂൾ. താൻ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. താനാണ് അത് ചെയ്തതെന്ന് ചേട്ടൻ സ്പെസിഫൈ ചെയ്തിട്ടില്ലല്ലോ. ബട്ട് ഓഫ് കോഴ്സ് എന്തൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചിട്ടുണ്ട്. താൻ വിഷമിക്കാതരോ, ഞാനില്ലേ ഇവിടെ. തന്നെ കുറിച്ച് ചേട്ടനുണ്ടായ തെറ്റിദ്ധാരണകള് ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്യില്ലേ? എന്താ തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ദേ, ഞാൻ ഉറപ്പ് തരുന്നു, ഏറിയാൽ 2-3 ദിവസം അതിനുള്ളിൽ പൂർവാധികം ശക്തിയോടെ ക്ഷമ സിദ്ധാർത്ഥ് തന്റെ സീറ്റിൽ തിരിച്ചെത്തും. ഇറ്റ്സ് മൈ വേർഡ്. താൻ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഞാൻ വിളിക്കാം. ഓക്കെ. ഈ കാര്യം ഇനി ഇവിടെ ആരോടും ഡിസ്കസ് ചെയ്യണ്ട. അത് തനിക്ക് ദോഷം ചെയ്യും. ക്ഷമ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ബാക്കിയൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ? എന്താ ചേച്ചി ശരിക്കും സംഭവിച്ചത്? എന്തിനാ ചേച്ചിയോട് അയാൾ ലീവ് എടുത്തോളാൻ പറഞ്ഞത്? അയാളും ചേച്ചിയായിട്ട് മുമ്പെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ മരം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ മിസ്റ്റർ പവൻ മാധവ് വെട്ടിക്കളഞ്ഞു, അല്ലേ മോനെ? കൊള്ളാം, നിന്റെ ചേട്ടൻ മാസ എൻട്രി ഗംഭീരമാക്കി. ഇഞ്ചൽ, ക്ഷമയുടെ കാര്യം ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഫോർ വാട്ട് മാൻ? അതവളുടെ വിധി. പാവം കുട്ടി. എന്നെങ്കിലും ഒരിക്കൽ അവൾ ബലിയാടാകേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഇത്ര നേരത്തെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബാഡ് ലക്ക്. ക്ഷമ വല്ലാതെ അപ്സെറ്റ് ആയിട്ടാണ് ഓഫീസിൽ നിന്ന് പോയത്. എന്താ മോനെ, അവളുടെ കാര്യം ഓർത്തിട്ട് നിനക്ക് വല്ലാതെ അങ്ങ് പൊള്ളുന്നുണ്ടോ? തമാശ കളയ ഏഞ്ചൽ. എന്റെ പേടി അതല്ല, ക്ഷമ അവളുടെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനൊരു ശ്രമം ക്ഷമയുടെ ഭാഗത്തുനിന്നുണ്ടായ നിന്റെ ചേട്ടന്റെയും പപ്പാജിയുടെയും സംശയം നിന്നിലേക്കാവുമെന്ന് അതല്ലേ നീ ഉദ്ദേശിച്ചത്? ക്ഷമയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവാതെ നോക്കുന്നതാണ് നിന്റെ മിടുക്ക്. അവൾ നിന്നെ വിശ്വാസത്തിലെടുക്കണം, നിന്നെ മാത്രം. അറ്റ് ദ സെയിം ടൈം ക്ഷമ തന്നെയാണ് എനിക്ക് വേണ്ടി ആ ചാരപ്പണി ചെയ്തെന്ന് പവനെയും പപ്പാജിയെയും പറഞ്ഞു വിശ്വസിപ്പിക്കണം. അതെന്തിനാ അങ്ങനെ? ആവശ്യമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം നിന്നെക്കാളും നിന്റെ പപ്പാജിയെക്കാളും ബുദ്ധിമാനാ നിന്റെ ചേട്ടൻ. ഇപ്പോഴത്തെ ഈ അന്വേഷണം അയാളെ ക്ഷമയിൽ അവസാനിപ്പിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ക്ഷമയ്ക്ക് വീണ്ടും ഡ്രീംസിൽ ഒരു അവസരം ഉണ്ടാകാൻ ഇടയാവരുത്. ഈ സ്പൈ വർക്കിന്റെ ചാപ്റ്റർ ക്ഷമയിൽ അവസാനിപ്പിക്കണം പവൻ. ക്ഷമയെ അനുകൂലിച്ചൊരു നിലപാട് ഒരിക്കലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അത് ഓഫീസിൽ വെച്ചായാലും വീട്ടിൽ വെച്ചായാലും. ഹേയ്, കം ഓൺ ഡിയർ, അവളെ അവളുടെ വിധിക്ക് വിട്ടേക്ക്. ക്ഷമയുടെ ഒഴിവ് നികത്താൻ നമുക്ക് മറ്റൊരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നവീൻ. ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും, നടക്കണം. എന്താ നവീൻ, ഇന്ന് മിസ്റ്റർ പവൻ മാധവ് ചെറുതായൊരു നമ്പർ ഇറക്കിയപ്പോ നീ വല്ലാതെ അങ്ങ് പേടിച്ചു പോയോ? എങ്കിലൊന്ന് ഓർത്തോ, നീ അവധി ആഘോഷം കഴിഞ്ഞ് നിന്റെ പപ്പാജി സ്റ്റേറ്റ്സിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഡ്രീംസിന്റെ 7 അയലത്ത് എത്തി നോക്കാൻ പറ്റാത്ത വിധം നിന്നെ അയാൾ അവിടെ നിന്ന് തുരത്തിയിരിക്കും. അതിനൊരു അവസരം ഉണ്ടാവുന്നതിന് മുൻപ് അന്തസ്സോടെ അവിടെ നിന്ന് ഇറങ്ങി പോന്നേക്കണം. അതിനു മുൻപ് ഡ്രീംസ് എന്ന കൊട്ടാരത്തിൽ അവശേഷിക്കുന്ന വിലപിടിപ്പുള്ളതെല്ലാം എന്റെ നിലവറയിൽ, അല്ല, നമ്മുടെ നിലവറയിൽ ഭദ്രമായിരിക്കണം. അതിനു വേണ്ടിയുള്ളതാവണം ഇനിയുള്ള നമ്മുടെ ഓരോ നീക്കവും. എന്താ, അങ്ങനെ ആയിരിക്കില്ലേ?
പറയുന്നതൊക്കെ നിന്റെ നന്മ. എനിക്കറിയാം, എപ്പോഴും ആവർത്തിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ലേറ്റ് ആയത്? കുറച്ചു നേരം ഷോപ്പിലിരിക്കാന്ന് കരുതി. ഓ, അവിടെ ചെന്ന് ഇപ്പൊ എന്ത് മലമറിക്കാനാ? വെറുതെ നിരാശപ്പെടാന്നല്ലാതെ. എന്താ ചൂട്. ദൈവമേ, ഇതെന്തിനാ ഇത്രയും മേടിച്ചത്? ഇരുന്നോട്ടെ, തീർന്നാ ഞാൻ തന്നെ പോണ്ടേ. ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. കൈ കാശിരുന്ന അത് തീർത്തിട്ടേ പിന്നെ വീട്ടിൽ കയറുള്ളൂ. പിള്ളേരൊന്നും നേരത്തെ എത്തിയോ? ക്ഷമ മാത്രമേ വന്നുള്ളൂ. വന്നോടനെ മുറിയിൽ കയറി ഒറ്റ ഇരിപ്പാ. ഞാൻ എന്ത് ചോദിച്ചിട്ടും ഒന്നും വിട്ടു പറയുന്നില്ല. എന്തു പറ്റി? ആർക്കറിയാം, ഓഫീസിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ദേ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. അതിന്റെ പേരിൽ ഇവള് നാണം കെട്ട് കാണും. സഹിക്കാൻ വയ്യാതെ ഇറങ്ങി പോകുന്നതായിരിക്കും. അവളിപ്പോ എവിടെ? റൂമിലുണ്ട്. നിങ്ങൾ പോയി സംസാരിക്ക്. ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. മോളെപ്പോഴാ എത്തിയേ? കുറച്ചു നേരമായി. ദയോ ഓഫീസിലുണ്ട്. എന്ത് പറ്റി മോൾക്ക്? സുഖമില്ലേ? ഒന്നുമില്ല അച്ഛാ, ഒരു ചെറിയ തലവേദന. അമ്മ അച്ഛനോട് പറഞ്ഞു നിനക്കെന്തോ വയ്യായി ഉണ്ടെന്ന്. അതാ ചോദിക്കുന്നേ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോക്ക്? ഇല്ല. ദയോ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? എന്താ മോളെ, എന്താണെങ്കിലും അച്ഛനോട് പറയേ. ഒന്നുമില്ല അച്ഛാ, ഞാൻ തലവേദന കാരണം നേരത്തെ ഇറങ്ങിയേ ഉള്ളൂ. എന്നാലും എൻ്റെ മോള് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. വർക്കിലോട് കൂടുന്നതിൻ്റെയാ ഈ തലവേദന. ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ എല്ലാം റെഡിയാവും. കിടന്നോ. അവള് വല്ലതും പറഞ്ഞോ? എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞേ. തലവേദന കാരണം നേരത്തെ പോന്നു മാത്രമേ. അത് വെറുതെയാ. എന്തോ പ്രശ്നമുണ്ട്. ദേ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടാവുന്നേ. അല്ലെങ്കിൽ അവളിങ്ങനെ മിണ്ടാതെയും പറയാതെയൊന്നും ഇരിക്കില്ല. അതെന്തെങ്കിലും ആവട്ടെ. നീ ഇനിയിപ്പോ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ച് വഷളാക്കണ്ട. ഞാനൊന്നിനും പോകുന്നില്ല. പറയാൻ മനസ്സിലാത്തവര് മൂടി വെച്ചോണ്ടിരിക്കട്ടെ. ബാക്കിയുള്ളവർക്കേ ഇവിടെ വേണ്ടത്ര ജോലിയുണ്ട്. ഓ, നിനക്കെന്താണാവോ ഇത്ര ജോലി ഇവിടെ? കൊള്ളാം, നിങ്ങൾ തന്നെ അത് ചോദിക്കണം. എല്ലായിടത്തും മുഷിഞ്ഞു വാരി കിടക്കുക. നാളെ അമ്പിളിയമ്മയും മോനും ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളും. ഇതെല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടന്നാലേ അതിന്റെ നാണക്കേട് എനിക്കാ. അയ്യോ, പറഞ്ഞ പോലെ അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അല്ല, അവര് വരുന്ന കാര്യം നീ ദയോട് പറഞ്ഞോ? നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇതിനെ എപ്പോഴും പറയണേ. അല്ലെങ്കിൽ തന്നെ ആ ചെറുക്കന്റെ കാര്യം കേൾക്കുമ്പോഴേ അവർക്ക് ബാധ കയറും. എന്തായാലും അവള് വരുന്നുടനെ നീ ഈ വിഷയം എടുത്തിടാൻ നിൽക്കണ്ട. എല്ലാം അതിന്റെ തഞ്ചോം തരന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ വെറുതെ അവളുടെ സൈഡ് കൂടി പ്രശ്നം വഷളാക്കായിരുന്നാ മതി. ഓ, ഉത്തരവേ. നിന്റെ ചേച്ചി ആയതുകൊണ്ട് പറയലാട്ടോ. ഇപ്പൊ കിട്ടിയ പണിയുണ്ടല്ലോ, ഈ 8ന്റെ പണി, അത് പുള്ളിക്കാരത്തെ കിട്ടേണ്ടത് തന്നെയാ. നിന്നോട് കാണിക്കുന്ന ഈ ജാടയ്ക്കും മുടയ്ക്കും കർത്താവൻ തമ്പരാൻ കൊടുത്ത ശിക്ഷ ഇത്. ഷോ, അങ്ങനൊന്നും പറയല്ലേ സലോമി. ചേച്ചിയുടെ അവസ്ഥ ഓർത്ത് എനിക്ക് ശരിക്കും കഷ്ടം തോന്നുന്നു. ഓ, അത്രയ്ക്ക് അങ്ങ് സെന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ മുമ്പിൽ വലിയ ഷോ ആയിരുന്നില്ലേ.
ഓ എന്നെ മണ അത്. ചുമ്മാ കൊതിപ്പിക്കാതെ ഒന്ന് വേഗം കൊണ്ടുപോവാ ക്രിസ്റ്റി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആ ക്ഷമ ചേച്ചിയുടെ കാര്യം. എന്റെ സംശയം അതല്ല. ഇനി നിന്റെ ചേച്ചി തന്നെ ആണോടി ശരിക്കുള്ള പ്രതി?